ഫാന്റാസ്റ്റിക് ഫോർ എന്നുള്ള സിനിമ ഞാൻ ഡോൾബി സിനിമയിലും പിന്നെ ഐമാക്സിലും കണ്ടു. അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതിനു മുമ്പ് ഡോൾബി സിനിമ എന്താണെന്നുള്ളത് കമന്റിലൂടെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോൾബി സിനിമ എന്ന് പറയുന്ന ഒരു പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആണ്. അത് ഡോൾബി ലബോറട്ടറീസിന്റെ ആണ്. പ്രീമിയം ലാർജ് ഫോർമാറ്റ് എന്ന് പറയുന്നത് പലർക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന PXL എന്ന് പറയുന്നത്, എപ്പിക് എന്ന് പറയുന്നത് എല്ലാം ഓരോ ഓരോ പ്രീമിയം ലാർജ് ഫോർമാറ്റ് ആണ്, ഓരോരോ ബ്രാൻഡുകളുടെ. പക്ഷേ ഡോൾബി സിനിമ എന്ന കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഐമാക്സിന്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആണ് എന്ന് പറയാം. കാരണം ഐമാക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ ഉള്ളപ്പോൾ അതിനുശേഷം ഇറങ്ങിയതാണ് ഈ പറയുന്ന PXL ഉണ്ട്, പിന്നെ ബിഗ് ഫ്ലിക്സ് ഉണ്ട്, പിന്നെ ഒരുപാട് PLF ഓരോ ബ്രാൻഡിന്റെ ഒന്നും ഇറങ്ങിയിരുന്നു. പക്ഷേ ഇവരൊന്നും ഐമാക്സിന്റെ ഒരു കോമ്പറ്റീറ്റർ ആണ് എന്ന് പറയാവുന്ന ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഡോൾബി സിനിമ എന്ന് പറയുന്നത് ഐമാക്സിന്റെ ഒരു കോമ്പറ്റീറ്റർ ആണ്. ഭാവിയിൽ ഐമാക്സ് വേഴ്സസ് ഡോൾബി സിനിമ എന്നുള്ളതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഈ പ്രോഡക്റ്റ്, ഈ ഡോൾബി സിനിമ എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇത് ഐമാക്സിന് ഒരു കാര്യത്തിൽ ഐമാക്സിന് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഐമാക്സിന്റെ കാര്യത്തിൽ ഒരുപാട് അപ്ഗ്രഡേഷനും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. അതുകൊണ്ട് നിലവിൽ ഒരു കാര്യത്തിൽ ഡോൾബി സിനിമ സുപ്പീരിയർ ആണ്. ആ ഒരു കാര്യം എന്തെന്നാൽ 3D. ഇപ്പോൾ 3D സിനിമ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും നല്ല 3D എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടപ്പോഴാണ്. അപ്പോൾ ആ ടൈപ്പ് 3D അല്ല ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ഒരു അവതാറിന് ശേഷം, അവതാർ ശ്രീധർ തിയേറ്ററിൽ ഞാൻ ക്യൂ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5-6 മണിക്കൂറോളം ആ ഗുഹ പോലുള്ള ഒരു സ്ഥലത്ത് ക്യൂ നിന്ന് കണ്ടതാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തായിരുന്നു 3Dയുടെ ഒരു വിപ്ലവം ഉണ്ടായിരുന്നു. അന്നേരം കൊച്ചിയിൽ ശ്രീധറിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എനിക്ക് തോന്നുന്നു മൊത്തം ഒരു 4-5 തിയേറ്ററിലായിരുന്നു 3D സിനിമകൾ വന്നിരുന്നത്. പക്ഷെ അവതാറിന് ശേഷം പിന്നീട് ഒരുപാട് 3D സിനിമകൾ വന്നു. അതിനുശേഷം ദ വാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ. ഈ വാക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഗോൾഡ് സൂക്ക് എന്ന് പറയുന്ന ഒരു, ഇപ്പോൾ ആ മോളില്ല ശരിക്കും പറഞ്ഞാൽ, കൊച്ചിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മോളിലൊന്നാണ് ഈ ഗോൾഡ് സൂക്ക് മാൾ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്യൂ സിനിമാസ് ഉണ്ടായിരുന്നു. ഈ ക്യൂ സിനിമാസിൽ വളരെ ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു 3D ആണ് ഈ പറഞ്ഞ ദ വാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ. പിന്നെ എനിക്ക് ഇങ്ങനെ വിരലെണ്ണാവുന്ന വിക്രാന്ത് റോണ എന്ന് പറഞ്ഞ സിനിമയുടെ 3D ഗംഭീരമായിരുന്നു. ബറോസിന്റെ 3D ഗംഭീരമായിരുന്നു. അങ്ങനെ വളരെ ചുരുക്കം ചില സിനിമകളിൽ മാത്രമാണ് 3D എഫക്ട്സ് ഗംഭീരം എന്ന് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഈ ഡോൾബി സിനിമ എന്ന് പറയുന്ന ഈ ഫോർമാറ്റിൽ ഞാൻ ഫാന്റാസ്റ്റിക് ഫോർ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ശരിക്കും ഈ ഒരു 3D എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് വെച്ച് കാണുന്നതും ഈ ഗ്ലാസ് മാറ്റിയിട്ട് കാണുന്നതും തമ്മിൽ വളരെ ചെറിയൊരു 0.5 ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നൽ ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ ഡോൾബി സിനിമയെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ, ആ ഡോൾബി സിനിമയിൽ ഞാൻ ഈ ഫാന്റാസ്റ്റിക് ഫോർ കണ്ട എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി എൻ്റെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക. ഈ ഡോൾബി സിനിമയുടെ ഗ്ലാസ് എന്ന് പറയുന്നത് അവർ ഡോൾബിയുടെ തന്നെ സെപ്പറേറ്റ് ഗ്ലാസ് ആണ്. ഐമാക്സിനും സെപ്പറേറ്റ് ഗ്ലാസ് ആണ്, റിയൽ 3Dക്ക് സെപ്പറേറ്റ് ഗ്ലാസ് ആണ്. ഈ ഡോൾബി സിനിമയുടെ ഗ്ലാസ് എന്ന് പറയുന്ന ഒരു പ്രീമിയം കൈൻഡ് ഓഫ്, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും എങ്ങനത്തെ ഗ്ലാസ് ആണ് അവർ നൽകുന്നത് എന്നുള്ളത്. ഈ ഗ്ലാസ് വെച്ചപ്പോൾ നമുക്ക് ഈ സബ് ടൈറ്റിലൊക്കെ ഉള്ള പടമാണെന്നുണ്ടെങ്കിൽ ഗോസ്റ്റിങ് ഫീൽ ചെയ്യുന്നില്ല. ബ്രൈറ്റ്നസ് എടുത്തു പറയണം, മോരക ബ്രൈറ്റ്നസ് ആയിരുന്നു ഈ ഡോൾബി സിനിമയിൽ ഈ പടം കണ്ടപ്പോൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3Dയിൽ എനിക്ക് ഞാൻ വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡോൾബി സിനിമയുടെ ഉള്ളത്. ഈ ഡോൾബി സിനിമ ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഒരേ ഒരെണ്ണം ഉള്ളത് പൂനെയിലാണ്. ഈ ഡോൾബി സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പൂനെ വരെ യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ ചീപ്പായിട്ട് നമുക്ക് പോയി വരാവുന്ന സ്ഥലമാണ് ഈ പൂനെ എന്ന് പറയുന്നത്. നമുക്കടുത്ത ലോക്കൽ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഫ്രീ ടിക്കറ്റ്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബോംബെ അപ്പ് ആൻഡ് ഡൗൺ ഫ്രീ ടിക്കറ്റ്സ് ആയിരുന്നു. ഈ ബോംബെയിൽ നിന്ന് പൂനെ വരെ പോകാനുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങൾ എറണാകുളത്ത് നിന്ന് മുംബൈയിലേക്ക്, അതായത് ബോംബെയിലേക്ക് നിങ്ങൾ ട്രെയിനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടുതലും കല്യാൺ ആ ഭാഗത്തൊക്കെ ഉള്ള കല്യാൺ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് CST എത്താൻ പറ്റും. ഒന്നെങ്കിൽ CSTയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് പൂനെ പോവാം. ഈ ബോംബെയിലുള്ള ആ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡോൾബി സിനിമ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂനെ വരെ പോകണം. അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ ഒരെണ്ണം വരുന്നുണ്ട്, പിന്നെ കണ്ണൂരിലും വരുന്നുണ്ട്, പിന്നെ ഹൈദരാബാദിലൊക്കെ ആയിട്ട് വരുന്നത്. ഹൈദരാബാദിൽ അല്ലു അർജുൻ്റെ ആ ഒരു ഇതിനകത്താണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഡോൾബി സിനിമ എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഈ സെയിം സിനിമ തന്നെ പിറ്റേ ദിവസം ഇപ്പോൾ ഞാൻ ഐമാക്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഐമാക്സ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, 3D എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ് ഈ പറയുന്ന ഡോൾബി സിനിമാസിൻ്റെത്. ഐമാക്സിൻ്റെതായിട്ട് എനിക്ക് അത്ര
എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഞാൻ അതിൻ്റെയും വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഞാൻ കണ്ടത് ഒരു വലിയ സ്ക്രീനിൽ, അതായത് അവിടെ ഉണ്ടായിരുന്ന മുംബൈയിലുണ്ടായിരുന്ന കൊട്ടാക്കിൻ്റെ PVR ഐക്കോൺ എന്ന് പറയുന്ന ആ ഒരു ഐമാക്സ് ഉണ്ട്. ആ ഐമാക്സ് നല്ല പേരുകേട്ട ഐമാക്സ് ആണ്, അങ്ങനെ നിസാര ചപ്പ് ഐമാക്സും കാര്യങ്ങളൊന്നും അല്ല. ഇത് സ്പെക്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഐമാക്സിലാണ് ഞാൻ ഈ പടം കണ്ടത്. എന്നിട്ട് പോലും അവിടെ 3D എനിക്ക് വർക്കായില്ല. കാരണം ഇത് ഇരുണ്ടിരിക്കുന്ന പോലുള്ളൊരു ഫീലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് ഐമാക്സിൽ. പിന്നെ പക്ഷേ ഐമാക്സിൽ സുപ്പീരിയർ ആയിട്ടുള്ള വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സൗണ്ടാണ്. ഈ ഗലാക്ടസിനെ കാണിക്കുന്ന സീനുണ്ട് ഈ പടത്തിൽ. ഈ ഗലാക്ടസിനെ കാണിക്കുന്ന സീനിൽ ആ ഒരു പെട്ടെന്ന് ഒരു വൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടല്ലോ. നമ്മൾ നോക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമ്മളിരിക്കുന്ന ആ സീറ്റ് അടക്കം വൈബ്രേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഡോൾബി സിനിമയിൽ ഡോൾബി അറ്റ്മോസിന് അത് നൽകാൻ പറ്റുന്നില്ല. അതാണ് ഈ ഐമാക്സിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഐമാക്സ് ഫിലിംഡ് ഫോർ ഐമാക്സ് പടമായതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫൂട്ടേജ് കിട്ടും. അതായത് നമ്മൾ കാണുന്നത് ഡോൾബി സിനിമാസിൽ ക്രോപ്ഡ് ഇമേജ് ആയിരിക്കും, പക്ഷെ ഐമാക്സിലാണ് നമുക്കത് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. ഐമാക്സ് 1.9:1 നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫുട്ടേജ് കിട്ടും. പിന്നെ അത് 1.45 ആണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വേറെയും കിട്ടും. പക്ഷെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല ഇപ്പം നിലവിൽ ഇപ്പോൾ ഉള്ളതെല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ നമുക്ക് 1.90 അത് നമ്മളത് മാത്രം മൈൻഡ് ചെയ്താൽ മതി. നമുക്ക് നമ്മളില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന എക്സ്ട്രാ ഫുട്ടേജ് പിന്നെ സൗണ്ട്, ഈ രണ്ട് കാര്യങ്ങൾക്കും ഐമാക്സ് തന്നെയാണ് ബെറ്റർ. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇല്ല. അതായത് 3Dയും ഗംഭീരമാവണം, എക്സ്ട്രാ ഫുട്ടേജും കിട്ടണം, സൗണ്ടും അടിപൊളിയാവണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ല. ഐമാക്സിൻ്റെതായിട്ടുള്ള ഈ ഒരു 3Dയുടെ ഉള്ളൊരു ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും നാളും ഇല്ലായിരുന്നു. ഇത്രയും നാളും ഐമാക്സിൻ്റെ 3D ആയിരുന്നു ഏറ്റവും ടോപ്പ്. ഐമാക്സിൻ്റെ 3Dനെ എല്ലാം വേറെ 3D ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഡോൾബി സിനിമ വന്നു കഴിഞ്ഞു, അതായത് പുതിയൊരു ടെക്നോളജി അവർ അത് ഇൻട്രൊഡ്യൂസ് ആയി. ഡോൾബി സിനിമയിലെ 3Dയും ഐമാക്സിലെ 3Dയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ അത് ആ എവിഡൻ്റ് ആണ് ആ പറയുന്ന ആ രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 3D സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊച്ചിയിലുള്ള AVMൽ ഇപ്പോൾ ഡോൾബി സിനിമ ഓപ്പണായി, ഒരു സിനിമ വന്നു, ഒരു 3D ഫിലിമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ കേസിൽ ഞാനൊരു പടം റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3D ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2D വേർഷൻ ഉണ്ടാവും നോക്കും. 2D വേർഷൻ എൻ്റെ സമയത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഡാം ഷുവർ ഞാൻ 2D വേർഷൻ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം 3D എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിലാണ് 3D തിരഞ്ഞെടുക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ EVMൽ ഡോൾബി സിനിമ സെലക്ട് ചെയ്യുമ്പോൾ, ഡോൾബി സിനിമ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ 3D പടങ്ങൾ അവിടെ കാണുള്ളൂ. ഞാനത് ഐമാക്സിന് വേണ്ടി ഞാൻ പോവില്ല. കാരണം ഐമാക്സ് എന്ന് പറയുന്നത് 3Dയുടെ കാര്യത്തിൽ ഇപ്പോൾ ഡൗൺ ആയി പോയി. അതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഞാനത് നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരാളാണ്. 3Dക്ക് ഏറ്റവും ടോപ്പ് ഡോൾബി സിനിമയാണ്. ഈ ഒരു കാര്യത്തിൽ ഐമാക്സിൻ്റെ പോലെ ഒരു കോമ്പറ്റീറ്ററാണ്, പക്ക കോമ്പറ്റീറ്ററാണ്, അതിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷേ ഐമാക്സ് എന്ന് പറയുന്ന ഒരുപാട് അപ്ഗ്രഡേഷനും അവരുടെ കുറവുകളൊക്കെ മനസ്സിലാക്കി അത് ഗംഭീരമാകുന്ന ഒരു ടെക്നോളജി ഉള്ള ആളുകളാണ് അവർ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ ഈ പറയുന്ന ഈ 3Dയുടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്തെങ്കിലുമൊക്കെ ശ്രമിക്കും. കാരണം കോമ്പറ്റീഷൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡോൾബി സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്, ഐമാക്സിൻ്റെ അത്രയൊന്നുമില്ല. പക്ഷേ ഇത് വളരെ വേഗം വളരുന്ന ഒരു സംഭവമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, സമ്മറിന് ഈ സമ്മർ വെക്കേഷന് ജുറാസിക് വേൾഡ്, ബാലറീന പോലുള്ള പടങ്ങൾക്കൊന്നും ഐമാക്സിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് ഐമാക്സിന് ടൈറ്റ് കോമ്പറ്റീഷൻ വന്നുകൊണ്ട് F1 കഴിഞ്ഞാൽ സൂപ്പർമാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ F4, ഇങ്ങനെ കംപ്ലീറ്റ്ലി പടങ്ങൾ വരുന്നതുകൊണ്ട് ചില പടങ്ങൾക്ക് ഐമാക്സിൽ കിട്ടുന്നില്ല. കാരണം അവർ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഡോൾബിയാണ്. ഡോൾബി സിനിമാസാണ് ഇപ്പോൾ ഈ ജുറാസിക് വേൾഡ് അവർ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ്. അപ്പോൾ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഐമാക്സിൻ്റെ സ്ലോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ സമ്മർ പോലുള്ള സമയങ്ങളിൽ കിട്ടുന്നില്ലെങ്കിൽ ഒരു ഡോൾബി സിനിമ അവരത് ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഡോൾബി സിനിമ ഒരുപാട് കൂടുതലാകുമ്പോൾ ഐമാക്സ് കുറച്ചും കൂടി അവരുടെ ആ ഒരു ടെക്നോളജി അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും. ലാഭം ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ സിനിമ കാണുന്ന പ്രേക്ഷകർക്കാണ്. നമ്മളൊരു പ്രീമിയം തുക നൽകി, കുറച്ച് പ്രീമിയം ആ ഒരു ലെവലിലുള്ള എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ മുടക്കുന്ന തുകയുണ്ടല്ലോ, അതിന് വർത്താവും. അതാണ് കാര്യം. പിന്നെ ഈ ഐമാക്സിന് എന്ന് പറയുന്നതും ഈ ഡോൾബി സിനിമ എന്ന് പറയുന്നത് അവരെടുക്കുന്ന ആളുകൾ, തിയേറ്ററുകാരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല ഐമാക്സ്, എനിക്ക് തോന്നുന്നു ഐമാക്സ് PVR ഐക്കൺ ഞാൻ കണ്ട മുംബൈയിലുള്ള ഐമാക്സിൽ അവിടുത്തെ സർവീസ് തന്നെ മഹാലമ്പായിരുന്നു. അവർ ലൈറ്റ് ഇന്റർവെൽ വന്നു പറഞ്ഞിട്ട് ലൈറ്റ് ഒന്നും വരുന്നില്ല, ഇരുട്ട് തന്നെ. ആളുകളെയൊക്കെ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് പടം തുടങ്ങി കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഇട്ടു. ഒന്ന് ആലോചിച്ച് നോക്കി, ടൈമിങ്ങിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് ആണ്, അവർ ഓട്ടോമാറ്റിക് ടൈം സെറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. സർവീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഐമാക്സ് ആണെങ്കിൽ പോലും ചില സ്ഥലത്ത് മോശമാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കിയാലാണ് നമുക്കും ഒരു പ്രീമിയം എക്സ്പീരിയൻസ്
ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ സിനിമയെക്കുറിച്ച്. ഈ സിനിമ ഞാൻ 2 ഫോർമാറ്റിലാണ് കണ്ടത്. അപ്പോൾ 2 ഫോർമാറ്റിൻ്റെയും ഒരു ഡിഫറൻസ് ഇതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി ഭാവിയിൽ 3D പടങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡോൾബി സിനിമ എടുത്തുണ്ടോ, അതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും കിഡിലൻ ഫോർമാറ്റ്. നിങ്ങൾ ആ മുടക്കുന്ന കാശിന് കറക്റ്റായിട്ട് എല്ലാം കിട്ടുന്ന ഒരു കിഡിലൻ ഫോർമാറ്റാണത്. എത്രയും വേഗം ഒന്ന് കൊച്ചിയിൽ വന്നാൽ മതി, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്.